മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൗതിക ലോകത്തേക്ക് ശാരീരികമായി ഭൂജാതനായി എന്ന കാരണം കൊണ്ടാണ് വിശ്വാസികളെല്ലാം റബീഉൽ അവ്വൽ മാസത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കാളൊക്കെ എത്രയോ മുൻപിലായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം കൊണ്ട് സന്തോഷിക്കുന്ന കാര്യത്തിൽ സ്വഹാബികളെന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ദുന്യാവിലേക്ക് വന്നപ്പോൾ മുത്തുനബി തങ്ങൾ ദുന്യാവിൽ ശാരീരികമായി തീരെ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ആദ്യമായി ലോകത്തേക്ക് വന്നപ്പോൾ അതിലുള്ള സന്തോഷമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മുത്തുനബി ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എത്രത്തോളം സന്തോഷമായിരുന്നു സ്വഹാബികൾക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയും. മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുന്ന മുത്തുനബി ഓൾറെഡി മുത്തുനബി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ജനിച്ച് ധാരാളം വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല. മക്കയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ തങ്ങൾ മദീനയിലേക്ക് വരുന്ന ആ ദിവസം വല്ലാത്ത സന്തോഷമായിരുന്നു മദീനയിലെങ്ങും ഉണ്ടായിരുന്നത്. മുത്തുനബീൻ്റെ ഒരു ആഗമനത്തിന് സ്വഹാബികൾ എത്രത്തോളം പ്രാധാന്യവും സന്തോഷവും കൊടുക്കുകയും അവ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നത് നമുക്ക് ഈ മദീനയിലേക്കുള്ള മുത്തുനബിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഹദീസുകളിൽ നിന്നും ചരിത്ര ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹിൽ തന്നെ 1925 നമ്പർ ഹദീസിൽ മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അക്കാര്യം പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ആദ്യം മക്കയിലാണ്. പിന്നെ ഹിജ്റയുടെ സമയമായപ്പോൾ ഓരോരുത്തർ വീതം ഒറ്റയും തെറ്റയൊക്കെ ആയി ഓരോ ആളുകൾ ഓരോ സംഘങ്ങളൊക്കെയായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ആയിരുന്നു വന്നത്. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹുവും സഅദ് റളിയല്ലാഹു അൻഹുവും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒക്കെ വന്നു. പിന്നെ ഒരു 10-20 സ്വഹാബികൾ, കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അവരൊക്കെ വന്നു. അതിൻ്റെയൊക്കെ ശേഷമാണ് മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാൻ, അതിൻ്റെയൊക്കെ ശേഷമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറയുന്നു, ഫമാ റഅയ്തു അഹ്ലൽ മദീന ഫരിഹു ബിശൈഇൻ ഫറഹും ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ ആളുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ സന്തോഷിച്ചതുപോലുള്ള ഒരു സന്തോഷം അവർക്ക് നമ്മൾ കണ്ടിട്ടേയില്ല. വളരെയധികം സന്തോഷിക്കുകയായിരുന്നു അവർ. സന്തോഷിച്ച് ആ സന്തോഷം നന്നായി അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അടിമ സ്ത്രീകളും മറ്റുമൊക്കെ പാട്ടുപാടി പലരും പറഞ്ഞു, ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദിമ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു എന്നാണ് ബുഖാരി പറയുന്നത്. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. ഖദിമ റസൂലുള്ളാഹ് എന്ന് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. വേറെയും ധാരാളം ഈ സംഭവത്തെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് വിശദീകരിച്ച് മഹാനായ ഹാഫിളുദ്ദീൻ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിലും മഹാനായ ബദറുദ്ദീൻ അൽ ഐനി റളിയല്ലാഹു അൻഹു ഉംദത്തുൽ ഖാരിയിലും പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്ന സമയത്ത് ആളുകളെല്ലാം വഴിയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു മുത്തുനബിയെ വരവേൽക്കാൻ വേണ്ടി. വീടുകളുടെ മുകളിലൊക്കെ കയറി നോക്കുകയായിരുന്നു പലരും. എല്ലാവരും, ആവാലവൃദ്ധം ജനങ്ങൾ, കുട്ടികളും സേവകരും അടിമകളും എല്ലാവരും ഇറങ്ങി. അവരിങ്ങനെ പറയുന്നു, അല്ലാഹു അക്ബർ ജാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞ് ഉജ്ജ്വലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് വരവേറ്റിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവർ ദഫ് മുട്ടി ആ പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. ദഫ് മുട്ടി, പാട്ടുപാടി, ദഫ് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേറ്റു. അവർ പാടിയ പാട്ട് മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. നഹ്നു ജിവാറും മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി തുടങ്ങുന്ന കവിതാശകലങ്ങൾ ആലപിച്ചുകൊണ്ട് ദഫ് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടെയാണ് സ്വഹാബികൾ മദീനയിലേക്ക് വരവേറ്റത്. അതുമാത്രമല്ല, വേറെയും കവിതകൾ, അന്ന് ചൊല്ലിയ കവിതകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്
നമ്മുടെ ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയ്യാത്തിൽ വദാ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാ എന്ന ആ കാവ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നപ്പോൾ ദഫ് മുട്ടി സ്വീകരിക്കുമ്പോൾ ആ കുട്ടികൾ ആലപിച്ച പാട്ടാണത്. അതോടൊപ്പം അവർ ദഫ് മുട്ടി സ്വീകരിച്ചു. ഫത്ഹുൽ ബാരിയിലെ 7-ാം വാള്യത്തിലും ഉംദത്തുൽ ഖാരിയിലെ 11-ാം വാള്യത്തിലും അതൊക്കെ ഉണ്ടെന്നതിന് പുറമെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിൻ്റെ ദലായിലുൻ നുബുവയുടെ 2-ാം വാള്യത്തിലും ഈ സംഭവം പറയുന്നുണ്ട്. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയ്യാത്തിൽ വദാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് കേട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ലമ്മാ ഖദിമ അലൈഹിസ്സലാം അൽ മദീന ജഅലൻ നിസാ വസ്സിബ്യാൻ യഖുൽന, സ്ത്രീകളും കുട്ടികളൊക്കെ പറഞ്ഞു ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയ്യാത്തിൽ വദാ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ നാം സന്തോഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം ചോദിക്കുന്നവർ മനസ്സിലാക്കണം. സ്വഹാബികളുടെ ചര്യയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് മുത്തനബി ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് വന്നപ്പോഴേക്ക് അവരെല്ലാം മതിമറഞ്ഞ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മുത്തനബിയെ സ്വീകരിക്കാൻ വേണ്ടി വഴിയോരങ്ങളിൽ കാത്തിരിക്കുകയും വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയും എല്ലാം ചെയ്യുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാട്ടുപാടി ദഫ്മുട്ടി സ്വീകരിക്കുകയാണ്. മക്കക്കാരെ പോലെ എപ്പോഴും മുത്തുനബിയെ കേൾക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടില്ലാത്ത വിശ്വാസികളായിരുന്ന മദീനക്കാർക്ക് മുത്തുനബിയെ കിട്ടിയപ്പോഴുള്ള സന്തോഷം കാണണം. നമ്മെപ്പോലെ മുത്തുനബിയെ കാണാനോ കേൾക്കാനോ അവിടുത്തെ ശബ്ദം കേൾക്കാനോ അവിടുത്തെ തിരുവചനം നേരിട്ട് കാണാനോ അനുഭവിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ കഴിയുന്നത്. മുത്തുനബിയെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവിടുത്തെ വർണ്ണനകൾ നാം കേൾക്കുക. എങ്ങനെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുത്തെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവിടുത്തെ വചനങ്ങൾ നാം ഉദ്ധരിക്കുക, കേൾക്കുക. അവിടുത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അനുഭവിച്ചവരുടെ ചരിത്രങ്ങൾ പറഞ്ഞ് നാം ആത്മനിവൃത്തി കൊള്ളുക. ഇതുമാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പരിഹാരമാർഗം. അതുകൊണ്ടാണ് നാം എല്ലാവരും ഏറെ പ്രാധാന്യത്തോടുകൂടെ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. മഹാന്മാരായ സ്വഹാബികളുടെ രീതി അതായിരുന്നു. ഖൽബിൽ മുത്തുനബിയോടുള്ള മഹബത്തുള്ള ഏതൊരാളുടെയും രീതി അങ്ങനെയേ വരൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സന്തോഷിക്കുമ്പോൾ തങ്ങൾക്ക് എത്ര സന്തോഷമായിരിക്കും അതിൽ ഉണ്ടാവുക എന്നത് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇമാം സറൂനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അവിടുന്ന് മുത്തുനബിയോട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ്. പലരും മുത്തുനബിയുടെ ജന്മദിനം വരുമ്പോൾ മൗലിദ് നടത്തുന്നതിനും ആഘോഷിക്കുന്നതിനൊക്കെ പല അഭിപ്രായങ്ങളും പറയുന്നു. നിലവിൽ ഫുഖഹാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ്. നബിയെ അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി, നമ്മെക്കൊണ്ട് ആരെങ്കിലും സന്തോഷിച്ചാൽ അവരെ കൊണ്ട് നമ്മളും സന്തോഷിക്കും എന്നാണ്. അല്ലമ ഇമാം ഷാമി റളിയല്ലാഹു അൻഹു തൻ്റെ സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം വാള്യത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മഹാന്മാരായ സഹാബികളുടെ മുൻഗാമികളുടെ സലഫുസ്സാലിഹികളുടെ മാർഗം പിൻപറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ ആഗമനത്തിൽ സന്തോഷിക്കാൻ, അവിടുത്തെ മദഹുകൾ പാടാൻ, അവിടുത്തേക്ക് വേണ്ടി നമ്മുടെ കഴിയുന്നതൊക്കെ സമർപ്പിക്കാൻ, സർവസ്വവും സമർപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള അവസരം, സ്വപ്നത്തിലും യഖ്ളത്തിലുമെല്ലാം കാണാനുള്ള അവസരം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.